കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയുള്ള ഭക്തരെയാണ് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടം എന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് പേരിട്ടു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ ഒരു പ്രത്യേക ഭക്തിയുടെ സ്വഭാവമൊന്നും പറയാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ലയെന്നോ. അതായത് ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ എങ്ങനെയായിരിക്കണമെന്നുള്ള അല്ലെങ്കിൽ എങ്ങനെ ഇഷ്ടപ്പെടണം എന്നുള്ള അതിൻ്റെ ആത്യന്തിക അവകാശം ഭഗവാന് മാത്രമാണ്. ഭഗവാൻ മാത്രമാണ് തീരുമാനിക്കുക ഭഗവാന് ഏത് ഭക്തനെ ഇഷ്ടമാണോ, എല്ലാ ഭക്തരെയും ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹം ഉൾക്കൊള്ളുന്നുണ്ട്, ആ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. പിന്നെ ഒരു പ്രത്യേക ഭക്തനോട് സ്നേഹം അതുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോക്ഷത്തിലേക്ക് അടുക്കാനായി എന്നുള്ള ചില സൂചനകൾ തരുന്ന, അത് എല്ലാവരുടെയും ജീവിതത്തിൽ മോക്ഷത്തിലേക്ക് അടുക്കുമ്പോൾ ഭഗവാന്റെ ഒരു ഇഷ്ടം തിരിച്ചറിയാനും അതുപോലെ തന്നെ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും. അപ്പോൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുത്ത് തുടങ്ങി മോക്ഷത്തിലേക്ക് അടുക്കാറായി എന്ന് അങ്ങനെ കരുതുന്ന ചില ഭക്തർ അവരുടെ ചില സവിശേഷതകളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഭഗവാനെ ഏറ്റവും ഇഷ്ടം എന്നുള്ളത് ഇതിൻ്റെ ഒരു പേരായിട്ട്, വീഡിയോയുടെ പേരായിട്ട് മാത്രം കണക്കാക്കുക. അത് തീരുമാനിക്കേണ്ടത് ഭഗവാനാണ്. എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, നമുക്ക് ആർക്കും പറ്റില്ല. ഭഗവാന്റെ തീരുമാനത്തിൽ കൈകടത്താൻ നമുക്ക് പറ്റില്ല. പിന്നെ നല്ല ഭക്തരുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നല്ല ഭക്തരുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്, ഗുരുവായൂരപ്പ ഭക്തരുടെ പ്രത്യേകിച്ച് അഹങ്കാരം ഒട്ടും ഉണ്ടാവില്ല. ഏറ്റവും എളിമയുള്ളവരായിരിക്കും. ഏറ്റവും എളിമ എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളിൽ ഒരു പ്യൂരിഫിക്കേഷൻ വരും. ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു, ഗുരുവായൂരപ്പൻ്റെ ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തരുടെ ഒരു പ്രധാന ചില ഗുണങ്ങൾ. അപ്പം നമ്മൾ ആ ഭക്തരെന്ന് പറഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ഭഗവാൻ പ്യൂരിഫൈ ചെയ്യും. ഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ പ്യൂരിഫൈ ചെയ്യും. അതായത് നമ്മൾ അഹങ്കാരമില്ലാത്തവരും ഏറ്റവും എളിമയുള്ളവരായി ഉടച്ചു വാർക്കുന്ന അതുപോലെയുള്ള കഠിനമായ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം കടത്തിക്കൊണ്ട് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ തെളിഞ്ഞവരാകണം. അതായത് നമ്മൾ എന്തെങ്കിലും നേടണമെങ്കിൽ അതിന് മുമ്പ് ഏറ്റവും പെർഫെക്റ്റായിട്ട് നേടാം. അതായത് നമുക്ക് നേടേണ്ടത് മോക്ഷമാണെങ്കിൽ, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനിലേക്ക് അടുക്കുമ്പോൾ നമുക്കറിയാം മോക്ഷമാണ് അടുത്തത്. അപ്പോൾ മോക്ഷത്തിലേക്ക് അടുക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് മോക്ഷം നേടാം, അതിന് നമ്മളെ പ്രാപ്തരാക്കുക. അങ്ങനെയുള്ള ഒരു എന്തൊക്കെയോ മാറ്റങ്ങൾ അദ്ദേഹം നമ്മളിൽ കൊണ്ടുവരും. ഏറ്റവും എളിമയുള്ള ഒരു ഭക്തനായിരുന്നു നമ്മുടെ പൂന്താനം നമ്പൂതിരിപ്പാട്. നമുക്കറിയാലോ, പൂന്താനത്തിന് അഹങ്കാരം ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന് ഭയങ്കര ഇഷ്ടമായിരുന്നു പൂന്താനത്തിൻ്റെ ഭക്തി, അഹങ്കാരത്തിൻ്റെ ഒരു ലേശം പോലും ഇല്ലാത്ത ഭക്തി. പക്ഷേ ഭട്ടതിരിപ്പാട് നേരെ തിരിച്ചായിരുന്നു. പക്ഷേ ഭട്ടതിരിപ്പാടിൻ്റെ അഹങ്കാരമൊക്കെ ഭഗവാൻ ശമിപ്പിച്ചു. ഭക്തനാണെങ്കിലും ഭട്ടതിരിപ്പാടിന് ആ അഹങ്കാരം ശമിപ്പിക്കാനുള്ള ഓരോ അടികളൊക്കെ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നതെന്ന്, അഹങ്കാരത്തിൻ്റെ ഒരു കാരണം എന്താണ്. അതായത് എനിക്കെല്ലാം തികഞ്ഞു എന്നൊരു ബോധം വരുമ്പോഴാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനെല്ലാം തികഞ്ഞ ആളാണെന്നുള്ള ബോധം അതൊരു മൂഢഭാവമാണ്. കാരണം നമ്മളങ്ങനെ ചിന്തിക്കുന്നത്, ചിലർ പറയും നമ്മൾ എന്തൊരു അഹങ്കാരം, അവർക്കെല്ലാം തികഞ്ഞിട്ടേ ഇരിക്കുന്നത്. പക്ഷേ അവർക്ക് ചിലപ്പോൾ അങ്ങനെ അഹങ്കാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വെറുതെ ഒരു അസൂയ പറയുന്നവരുമുണ്ട്. അങ്ങനെ അസൂയ അല്ലാതെ ഇതൊക്കെ തീരുമാനിക്കണ വേറൊരാളല്ല, ഭഗവാനാണ് തീരുമാനിക്കണം ഒരാൾക്ക് അഹങ്കാരം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഭഗവാന്റെ തീരുമാനത്തിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ അതിനുള്ള പണി ഭഗവാൻ കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഭഗവാന്റെ തീരുമാനത്തിൽ അഹങ്കാരം ഇല്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ മറ്റുള്ള ആരെന്ത് അസൂയ പറഞ്ഞാലും അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒന്നാമത് മാറ്റേണ്ട വികാരം എന്ന് പറയുന്നത് അസൂയ, അത് മാറ്റുക. പിന്നെ അഹങ്കാരം അതിൻ്റെ ഒരു കൂടപ്പിറപ്പാണ്, അതും മാറ്റുക. അപ്പോൾ തന്നെ നമ്മളുടെ ഒരു കുറച്ച് നമ്മൾ ഭഗവാനിൽ വിചാരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക, ഇത് ഭഗവാന് ഇഷ്ടമാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഒരാളെ പറ്റി എനിക്കൊരു അസൂയ തോന്നുന്നുണ്ട്, അത് ഭഗവാന് ഇഷ്ടമാണോ, ഭഗവാൻ ഇഷ്ടപ്പെടുമോ ഞാനങ്ങനെ ഒരാളെ അസൂയപ്പെട്ട, അല്ലെങ്കിൽ ഒരാളെ പറ്റി പരാതികൾ പറയും, പക്ഷേ കുറ്റം പറയരുത്. പരാതികൾ സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരാൾ നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരാളോട് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ കുറ്റം പറയുന്നത് വ്യത്യസ്തമാണ്. കുറ്റം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാളെ പറ്റി ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പറയുന്നതാണ് കുറ്റം.
അപ്പോൾ കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും അതൊരു ആനന്ദമായി കൊണ്ട് നടക്കുക. അങ്ങനെ വരുമ്പോൾ അത് ഭഗവാന് ഇഷ്ടമാവും. നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും നെഗറ്റീവും കയറി നമുക്കെപ്പോഴും തലവേദനയും ശരീരസുഖമില്ലായ്മയും എപ്പോഴും ഓരോരുത്തരെ പരദൂഷണം പറയലും അങ്ങനെ അവസാനം നമുക്ക് തന്നെ നെഗറ്റീവ് അടിക്കുകയും നമ്മൾ വീട്ടിൽ തന്നെ വഴക്കുണ്ടാവുകയും എപ്പോഴും ഇമോഷണലായിട്ടുള്ള ഒരു സമയമായിരിക്കും. അതൊരു നല്ലൊരു പോസിറ്റീവായ ലക്ഷണമല്ല. പക്ഷേ പരാതി പറയുന്നതോ എനിക്ക് ഒരാളെ പറ്റി ഒരാളെന്നെ ഉപദ്രവിച്ചു, എനിക്ക് ഒരാളോടത് പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു കേൾക്കുന്ന ആൾക്ക് അത് താല്പര്യം ഉണ്ടാവില്ല കേൾക്കാനായിട്ട്. അത് അവരുടെ ഒരു സ്വഭാവദൂഷ്യമായിട്ട് തന്നെ കരുതാം ചിലപ്പോൾ. അതായത് ചിലർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും കേൾക്കാൻ അതൊന്നും എനിക്ക് നോ മൈൻഡ്, എൻ്റെ കാര്യമല്ല അത് ശരിക്കും അതൊരു അഹംഭാവമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ബുദ്ധിമുട്ട് വന്ന് വേറൊരാളോട് പറയുമ്പോൾ അത് കേൾക്കുക എന്നുള്ളത് ഒരു സഹാനുഭൂതിയുടെ ഭാഗമാണ്, അതൊരു ഈശ്വരീയതയുടെ ഭാഗമാണ്. അതേസമയം എനിക്കതൊന്നും കേൾക്കാൻ നേരില്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എന്നുള്ളൊരു ചിന്ത വരുന്ന ഒരു ഭാഗമാണ്, അതായത് അഹംഭാവമാണ്. ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ ഏറ്റവും പ്രധാന ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ പറ്റി വെറുതെ കുറ്റം പറയാതിരിക്കുക. പിന്നെ വിഷമങ്ങൾ വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴൊക്കെ നമ്മുടെ വീട്ടുകാരോട് സംസാരിക്കാം, അതിനൊരു തെറ്റുമില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ പകുതിയും തീർന്നു പോകുന്നത്. പിന്നെ നമുക്ക് ഭഗവാനോട് പറയാം, ഭഗവാനോട് കൂടുതൽ പറയാം. അപ്പോൾ നമ്മുടെ വിഷമങ്ങൾ കൂടുതൽ മാറും. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ മറ്റുള്ളവർക്ക് ഭഗവാൻ ചിലപ്പോൾ അവരുടെ രൂപത്തിൽ നമ്മളെ എന്തെങ്കിലും ആശ്വസിപ്പിക്കുകയായിരിക്കും. ഒരാൾ പറയുന്ന വാക്ക് മറ്റൊരാൾക്ക് തണലാവുന്നത് അയാളിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. പിന്നെ അഹങ്കരിക്കരുതെന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഒരു വാക്ക് നമ്മൾ അഹങ്കാരത്തിൽ പറഞ്ഞു, പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അടികൾ കിട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഓർക്കും, ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം, അതിനുശേഷം അതൊക്കെ എനിക്ക് എതിരായിട്ട് വന്നു എന്നുള്ളൊരു ചിന്ത. അത് ചിലപ്പോൾ നമ്മൾ തോന്നും അവൻ കൂടോത്രം വെച്ചുകൊണ്ടാണ് എനിക്കെതിരെ. അങ്ങനെയല്ല, കൂടോത്രം വെക്കണവരുണ്ട്, ഇല്ല എന്നല്ല, അങ്ങനെ ചെയ്യണവരുണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരു വാക്ക് പറയുമ്പോൾ അത് കേട്ട് കൂടോത്രം വെക്കണവരുണ്ട്. പക്ഷെ അതിനേക്കാളുപരി ചിലർ അത് കേട്ട് മനസ്സ് വിഷമിക്കും. നമ്മൾ ഒരു അഹങ്കാര വാക്ക് ഒരാളോട് പറഞ്ഞു, അത് കേട്ട് അവരുടെ മനസ്സ് വിഷമിക്കും. അത് ഈശ്വരൻ കാണുന്നുണ്ട്. അതിന് ഈശ്വരൻ തിരിച്ചടിയായിട്ട് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് ദോഷമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഓർക്കും, ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു, അതെനിക്ക് തന്നെ ആപത്തായി വന്നല്ലോ എന്നൊരു ചിന്ത വരും. എനിക്ക് തന്നെ ഒരു കുരുക്കായി ഭഗവാൻ. അപ്പോൾ അത് ആലോചിക്കുക, നമ്മുടെ അഹങ്കാരത്തിൻ്റെ വചനമായിരുന്നു അതുകൊണ്ടാണ് ഭഗവാൻ അത് നമുക്കെതിരെ തന്നെ വെച്ചത്. ഒരു കാലത്ത് എനിക്കൊന്നിനും പേടിയില്ല, എനിക്ക് ഇപ്പോൾ ജീവിക്കാൻ കാശുണ്ടല്ലോ, എനിക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ലേ എന്നൊരു വാക്ക് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിട്ടില്ല. ചിലപ്പോൾ നാളെ നമ്മളറിയാലോ, മാളിക മുകളേറിയ മനൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാനാണ്. അപ്പോൾ നാളെ ഈ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ള ചിന്ത മുന്നിലേ വെച്ചിട്ട് ഇത് പറയാൻ പാടുള്ളൂ. അതായത് നമ്മൾ ഭഗവാനെ ഓർത്തിട്ടേ എന്തും നമ്മുടെ നാവ് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് എന്ത് പറയുകയാണെങ്കിലും അത് ഭഗവാൻ മോണിറ്റർ ചെയ്യേണ്ടതെന്നും, അപ്പോൾ ഈ പറയുന്ന വചനങ്ങൾ തന്നെ എതിരായിട്ട് നമുക്ക് തിരിച്ചടിയായിട്ട് വരുന്നുള്ളതും ഇപ്പോഴേ ഓർത്തുകൊള്ളാം. അപ്പോൾ എപ്പോഴും എളിമയുടെ രീതിയിൽ സംസാരിക്കുക, ഏറ്റവും വിനയാന്വിതമായി എളിമയുടെ രീതിയിൽ. അത് വിചാരിച്ച് മറ്റുള്ളവരുടെ നമ്മുടെ തലയിൽ ചവിട്ടി കയറാൻ അവസരം കൊടുക്കണമെന്നല്ല, പെരുമാറേണ്ടിടത്ത് മാത്രം സമയം സന്ദർഭം നോക്കി നല്ല രീതിയിൽ എളിമയോടെ പെരുമാറുക എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഒരാൾ നമ്മളെ കുറേ വഴക്ക് പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ തിരിച്ചയാൾക്കെതിരെ പറയാനുള്ളതൊക്കെ പറയേണ്ട കാര്യമില്ല. നമ്മൾ മൗനമായിരിക്കുക, അതാണ് എളിമ എന്ന് പറയേണ്ടത്. മൗനം വിദ്വാനുഭൂഷണം എന്നും പറയും. അതായത് നമ്മൾ ഒരാൾ പറഞ്ഞതിനൊക്കൊപ്പം പറയുകയാണെങ്കിൽ അത് ഈഗോ അവിടെ വർക്കൗട്ട് ചെയ്തു, എൻ്റെ ഈഗോ അവിടെ വർക്കൗട്ട് ചെയ്തു, എൻ്റെ അഹങ്കാരം അവിടെ വർക്കൗട്ട് ചെയ്തു, അതെൻ്റെ അഹങ്കാരത്തിനാണ് അങ്ങനെ ഒരു അടി കിട്ടിയത്, അപ്പോൾ ഞാൻ തിരിച്ചു പറയാണ്.
അങ്ങനെ ചിന്തിക്കേണ്ട. ഒരാൾ പറഞ്ഞതിനൊക്കെയുള്ള മറുപടി അയാൾക്ക് ഭഗവാൻ തന്നെ കൊടുത്തോളും. അപ്പം അതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ പറയാം, പിന്നെ ഭഗവാനോട് സംസാരിക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടുകാരായിരിക്കും ഭഗവാന്റെ രൂപേണ നമുക്ക് നമ്മളെ സമാധാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ നമ്മളെ സംരക്ഷിക്കും എന്നൊക്കെ നമുക്ക് കരുതാം. നേരത്തെ പറഞ്ഞ പോലെ എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിനും ഒരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വീഴുന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഭഗവാൻ അത് ഇഷ്ടപ്പെടൂ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ പരിശുദ്ധമായിട്ട് മാറുന്നതാണ്. ഭഗവാൻ ആ വാക്കുകളെ പരിശുദ്ധമാക്കി മാറ്റും. എവിടെയാണോ ഭഗവാന്റെ ചിന്ത വരുന്നത് അവിടെ സാത്വിക മനോഭാവം ഉണരും. അപ്പോഴാണ് നമ്മൾ വിജയിക്കുക, മൂല്യമുള്ളവരായിത്തീരുക. അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഈ ഭൗതിക സുഖങ്ങളിൽ പെട്ട് മറ്റുള്ളവരെ ആയിട്ട് വഴക്ക് കൂടാനും പിന്നെ നമ്മുടെ ഈഗോ കാണിക്കാനൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ആ നെഗറ്റീവ് എനർജി ഒരു ഊർജ്ജമായിട്ട് വന്ന് കിടക്കും. ആ നെഗറ്റീവ് എനർജി നമുക്കെതിരെ അവസാനം വർക്ക് ചെയ്യും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും സാത്വികമായിട്ടുള്ള രീതിയിൽ എവിടെ എന്ത് ചിന്തിക്കുകയാണെങ്കിലും പെരുമാറുകയാണെങ്കിലും ഭഗവാനെ ഓർത്ത് ചിന്തിക്കുക, പെരുമാറുക. അപ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കും. ഭഗവാൻ നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയും ചെയ്യും. ഭഗവാൻ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടമെന്ന് നമുക്ക് തോന്നുന്നത് ഭഗവാന്റെ ഫീല് നമുക്ക് വന്നു തുടങ്ങും. ഭഗവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഓവറോൾ ഫീല് നമുക്ക് വന്നു തുടങ്ങും ഏതാപത്തിലും. അപ്പോൾ എല്ലാവരും ഭഗവാനെ പറ്റിയോ ആലോചിച്ച് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കുക, സംസാരിക്കുകയാണെങ്കിലും മുകളിൽ ഭഗവാൻ ഉണ്ടെന്ന് ഓർത്ത് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ സംരക്ഷണം ഭഗവാൻ ഏറ്റെടുക്കും. അപ്പോഴാണ് നമ്മൾ ഭഗവാന് പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് തന്നെ തോന്നാം. അപ്പോഴെല്ലാവർക്കും നന്ദി, നമസ്കാരം.